ഇറാന്റെ ഐറിസ് ദേന എന്ന യുദ്ധക്കപ്പൽ US ആണവ മുങ്ങിക്കപ്പലിൽ നിന്നുള്ള ടോർപിഡോ ആക്രമണത്തിലൂടെ തകർന്നതിന് പിന്നാലെ വീണ്ടും ഭയപ്പാടിൽ മറ്റൊരു കപ്പൽ കൂടി. കൊളംബോ തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന ഇറാന്റെ സൈനിക ടാങ്കറായ ബുഷേഹറിയിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നത്. ആണവ ആക്രമണ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച 20 നോട്ടിക്കൽ മൈൽ പരിധിയിലുള്ള ടോർപിഡോ മിസൈൽ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ വിർജീനിയ ക്ലാസ് SSN സബ്മറൈൻ ഐറിസ് ദേനയെ മുക്കിയത്. ആക്രമിക്കപ്പെടുമ്പോൾ രാജ്യാന്തര സമുദ്ര മേഖലയിലായിരുന്നു ഐറിസ് ദേന നങ്കൂരമിട്ടിരുന്നത്. എന്നാൽ നിലവിൽ കൊളംബോ തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 18 കിലോമീറ്റർ മാത്രം അകലെയാണ് ബുഷേഹർ നങ്കൂരമിട്ടിരിക്കുന്നത്. ശ്രീലങ്കയുടെ ജലപരിധിക്കുള്ളിലാണ് ബുഷേഹർ. ഇതിനെയും US ആക്രമിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും എണ്ണക്കപ്പലുകളെയും ലക്ഷ്യമിടാൻ ഇറാൻ ശ്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ സമുദ്രത്തിലേക്കും നീണ്ടത്. ഐറിസ് ദേന ഉൾപ്പെടെ 17 യുദ്ധക്കപ്പലുകളെയും റഷ്യൻ നിർമ്മിത കിലോ ക്ലാസ് അന്തർവാഹിനികളെയും തകർത്തെന്ന് US നേവി അവകാശപ്പെട്ടിരുന്നു. യുദ്ധക്കപ്പലുകളിൽ നിന്നും ടാങ്കറുകളിൽ നിന്നും കാമികാസി ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിട്ടതോടെയാണ് ഐറിസ് ദേനയ്ക്ക് നേരെയും ആക്രമണമുണ്ടായത്. അതേസമയം ഐറിസ് ദേനയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പെന്റഗൺ. അമേരിക്കൻ സൈനിക അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ മിസൈൽ ഉപയോഗിച്ചാണ് ഐറിസ് ദേനയെ ആക്രമിച്ചത്. കപ്പലിൽ ഉണ്ടായിരുന്ന 87 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചിരുന്നു. കടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിന് നേരെയുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശാഖപട്ടണത്ത് നടന്ന സൈനിക അഭ്യാസത്തിനു ശേഷം മടങ്ങിയ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഈ സമയം കപ്പലിൽ 180 പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം. 1945-ലെ 2ാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം ഇതാദ്യമായാണ് US ടോർപിഡോ ആക്രമണത്തിലൂടെ ഒരു യുദ്ധക്കപ്പൽ തകർക്കുന്നത്. ഇറാനിയൻ നാവികസേനയിലെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളിലൊന്നായിരുന്നു ഐറിസ് ദേന. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വിശാഖപട്ടണത്ത് ഇന്ത്യ സംഘടിപ്പിച്ച മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന മൗഡ്സ് ക്ലാസ് യുദ്ധക്കപ്പൽ ഐറിസ് ദേനയാണ് US ആണവ മുങ്ങിക്കപ്പലിൽ നിന്നുള്ള ടോർപിഡോ ആക്രമണത്തിലൂടെ തകർത്തത്. ഇറാൻ നാവികസേനയ്ക്ക് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഐറിസ് ദേനയ്ക്ക് നേരെ നടന്ന ആക്രമണം എന്നാണ് അമേരിക്ക പറയുന്നത്. ഐറിസ് ദേന മാത്രമല്ല, ഇറാന്റെ 20ഓളം നാവിക കപ്പലുകൾ തകർത്തു എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുന്നു. ലോകത്ത് എവിടെയാണെങ്കിലും ഇറാൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. ഐറിസ് ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയാണെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഫെബ്രുവരി 28-ന് യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം കപ്പൽ ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യൻ അധികൃതർ അറിയിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാനിൽ മരണം 1100 കടന്നു. 1000-ലേറെ പേർക്ക് പരിക്കുണ്ട്. ഇറാന്റെ മിസൈൽ ഡ്രോൺ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാനമായും അമേരിക്കയും ഇസ്രായേലും ശ്രദ്ധയൂന്നുന്നത്. മറുവശത്ത് ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. സൗദിയിൽ നിരവധി തവണ ആക്രമണങ്ങൾ നടന്നു. അൽ ഖർജിൽ 3 ഡ്രോണുകൾ കൂടി തകർത്തതായി സൗദി അറേബ്യ അറിയിച്ചു. അമേരിക്കയും ചൈനയും ഇന്ത്യയുമായി സംസാരിച്ചതായും സൗദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.